ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് നമുക്കൊരു സൂത്രം ഉണ്ടാക്കിയാലോ. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അതിപ്പം എന്നെ കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലടയാണ് കേട്ടോ. അപ്പോൾ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 പാക്കറ്റ് പാലാണ് വാങ്ങിയിട്ടുള്ളത്, 2 ലിറ്റർ അങ്ങനെ. അപ്പം ഇന്ന് സച്ചൂട്ടിന് സ്കൂളിൽ അവനെ കൊണ്ടുവിടാൻ വേണ്ടി, അവൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു സ്കൂളിൽ. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാനും ചേട്ടയും പോയിട്ടുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരമല്ല, ഉച്ചവരെ ഉണ്ടായിരുന്നു ക്ലാസ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് പരിപാടിയും പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിടാം. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിള്ളേരെയൊക്കെ കൂട്ടി ഞങ്ങൾ വൈകുന്നേരം പോരാൻ നേരത്ത് ചേട്ടൻ ഇട്ടിക്ക് പോയി. നമ്മൾ കുറച്ചുകൂടി പാലൊക്കെ വാങ്ങി പോകുന്നു കേട്ടോ. ഇന്നൊരു കൂടി പായസമൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചേ. അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ലൈറ്റ് സഹായിക്കാൻ വന്ന് പാൽ ഒഴിച്ചാണ് കേട്ടോ. അതിൻ്റെ കവറിൻ്റെ പകുതി പാലെല്ലാം തീർന്ന്, പിന്നെ അത് എടുത്ത് മാറ്റി കേട്ടോ. നമ്മൾ എന്നിട്ട് ഈ 2 ലിറ്റർ പാൽ ഒഴിച്ച് അടുപ്പ് വെച്ച് തിളപ്പിക്കുന്നതിന് മുമ്പ് പാൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് മിക്സ് ഇടാം കേട്ടോ. മിക്സ് ചേർക്കുമ്പം നമ്മൾ പാൽ ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ ചേർക്കാൻ പാടില്ല. അത് നന്നായി ചൂടായിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഞങ്ങൾ പാലിലേക്ക് ഒരു 1.25 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. തനി പാൽ തന്നെയാകുമ്പം അത്ര പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അപ്പം ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ടാവണമെങ്കിൽ അങ്ങനെ വേണമല്ലോ. പിന്നെ നമ്മളിതെല്ലാം കുറുക്കി ഒരുമാതിരി നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പറ്റിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ പറ്റിച്ച് നെയ്യൊക്കെ ചേർത്ത് വാങ്ങുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. എനിക്കങ്ങനെ എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് കൈവിടാതെ ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കുവേ. ഒരു കുറച്ച് കഴിഞ്ഞ് മിക്സൊക്കെ നന്നായിട്ട് ചൂടായി അത് വേകാൻ തുടങ്ങുന്നൊരു പാകമാകുന്നവരെ ഇളക്കിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ തിളച്ച് പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം ഇടുമ്പം അത് അടി പിടിക്കും കേട്ടോ. ഇപ്പം ഫുള്ള് പായസം ഉണ്ടാക്കി കഴിയുന്നവരെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പം നമ്മുടെ ഈ പാലും മിക്സെല്ലാം കൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ പാലട മിക്സ് വെന്ത് കഴിയുമ്പം പാലടയെല്ലാം ഇങ്ങനെ പൊന്തി മേലെ വരെ എത്തും കേട്ടോ. മേലെ വരെ ഫുള്ള് പാലട അടകളിങ്ങനെ പൊന്തി കിടക്കുവേ. അട തൊട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവേ. അതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം. പിന്നെ കുറുക്കിയെടുക്കാൻ എന്തോരം കുറുക്കിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ആളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കുറുക്കൊന്നുമില്ലല്ലേ. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിന് ഞാനിവിടെ കുറുക്കിയെടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് ഇറക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആ സമയമായപ്പോഴത്തേക്കും കറണ്ട് പോയി. നിങ്ങൾക്ക് കാണുമ്പോൾ കരിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. കറണ്ട് വന്നു കണ്ടാവും. ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യിൽ വറുത്തിട്ട് അതങ്ങ് ചേർക്കുകയോ ചെയ്തേ. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഏലക്കപ്പൊടി പൊടിച്ചിട്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. അപ്പം നമുക്ക് നമ്മുടെ പായസത്തിന് കുറച്ച് കളറൊക്കെ വരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വെള്ള കളറല്ലേ, അപ്പോൾ കുറച്ച് കളറ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ശകലം പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്യുന്നുള്ളൂ. ചെറിയൊരു കളർ ഡിഫറൻസിന് മാത്രമാണ്. നന്നായിട്ട് നമുക്ക് പിങ്ക് കളറിലൊക്കെ ആകണമെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി പഞ്ചസാര ഇടണം. ഇപ്പം ഞാനൊരു 1 ടീസ്പൂൺ 1.25 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തെടുത്തു കേട്ടോ. അപ്പം നമ്മൾ വളരെ തീ കുറച്ച് വെച്ച് പഞ്ചസാര മാത്രം ഇട്ട് നമ്മൾ അത് ഉരുക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് കാരമലൈസ് ചെയ്തത് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പായസത്തിൻ്റെ കളർ തന്നെ വ്യത്യാസമായി. ഇപ്പം വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല. ഒരുവിധം പിങ്ക് കളറുള്ള ഒരു എന്താ പറയുക, അരിപ്പായസത്തിൻ്റെ ചെറിയൊരു കളറൊക്കെ വന്ന പായസമായിട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനാണ് നമ്മുടെ പായസം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ 300 ഗ്രാമിൻ്റെ 2 കൂട് പാലടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.